ഭാഗവതത്തിന് ഉള്ളത്. 5 ലക്ഷണമായി കഴിഞ്ഞാൽ തന്നെ പുരാണം എന്നിതാ പറയും. ഇവിടെ 10 ലക്ഷണം ഉള്ളത് കൊണ്ട് ഈ ഭാഗവതത്തിന് മഹാപുരാണം എന്നുള്ള പദവിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. മഹാപുരാണത്തിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. വേദത്തിൽ പറഞ്ഞതായ പല കഥകളും ഈ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് കൊണ്ട് ഭാഗവതം മഹാപുരാണം. വേദത്തിൽ പറഞ്ഞ കഥയാണ് വൃത്രാസുരൻ്റെ ചരിത്രം. അപ്പോൾ വൃത്രാസുരൻ്റെ കഥ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെ വേദപ്രതിപാദ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് കൊണ്ടും ഭാഗവതത്തിനെ മഹാപുരാണം എന്നിത് അറിയപ്പെടുന്നു. അപ്പോൾ 10 ലക്ഷണമാണ് ഭാഗവതത്തിന്. ഇനി തൃതീയ സ്കന്ധം മുതൽ ലക്ഷണത്തോടു കൂടിയ ഭാഗവതത്തിനെയാണ് വർണ്ണിക്കുന്നത്. അതിൽ സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ് അർത്ഥം. സൃഷ്ടി, ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചത് അതാണ് വർണ്ണിച്ചതാ വരുന്നത്. ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചത്. അതിൽ 2 സംവാദങ്ങളാണ് വർണ്ണിക്കുന്നത്. ഒന്ന് വിദുര ഉദ്ധവ സംവാദം, മറ്റൊന്ന് വിദുര മൈത്രേയ സംവാദം. സംവാദമാണ് ഉണ്ടാവേണ്ടത്, ഒരിക്കലും വിവാദം ഉണ്ടാവരുത് പറയും. സംവാദമാണ് ഉണ്ടാവേണ്ടത്. സംവാദം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കും. ഇതിനാണ് സംവാദം എന്ന് പറയുന്നത്. സമ്യക് വാദം സംവാദം. ഈശ്വരനെ പറ്റി പറയുന്നതിനാണ് സംവാദം എന്ന് പറയുക. ഇവിടെ വിദുരനും ഉദ്ധവനും കൂടി സംസാരിക്കുന്നു. ഉദ്ധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രധാനമന്ത്രിയാണ് ഉദ്ധവൻ. അപ്പോൾ സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് ആ പദവിയിൽ ഒരാൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത്രത്തോളം ഭഗവത് ഭക്തനായിട്ട് തീരണം, അല്ലേ? അവിടെ ഭഗവാന്റെ അംഗീകാരം കിട്ടുള്ളൂ. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഭഗവാന്റെ അടുത്തിരിക്കാൻ പറ്റുന്നുണ്ടോ? ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ? ജീവിതത്തിൽ നമ്മളെപ്പോഴും രാവിലെ നേരത്തെ എഴുന്നേൽക്കണു, കുളിക്കണു, അടുത്ത അമ്പലത്തിൽ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന ഭഗവാൻ എന്നും കാണുന്നു. എന്നാൽ ഭഗവാൻ ഇങ്ങോട്ട് കാണുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ, അല്ലേ? ഭഗവാനോട് ചോദിക്കുക, ഇന്നയാളെ അറിയോ, ഇനിയാളെ അറിയോ എന്ന് ഭഗവാനോട് ചോദിച്ചാൽ ഭഗവാൻ പറയും, ഞാൻ അറിയില്ല കേട്ടോ എന്ന് ചിലപ്പോൾ പറയും, അല്ലേ? അപ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് അറിയുന്ന ആളാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് അത്ര ഭക്തി ഉണ്ടായിരിക്കണം. ഭക്തി ഉണ്ടാവണമെന്ന് വെച്ചാലോ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കണം. എന്താ ഈ ഉദ്ധവന്റെ പ്രത്യേകത? പഞ്ചഹായരോ മാത്ര പ്രാതരാശായ യാചിത തന്നൈച്ഛന്യജയന്യസ്യ സപര്യാം ബാലലീലയാ. സാധാരണ ഈ ചെറിയ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് എന്തിനാ കൂടുതൽ താല്പര്യം ഉണ്ടാവുക? കളിക്കാനാ താല്പര്യം ഉണ്ടാവുക, അല്ലേ? പന്തും പമ്പരും ഒക്കെ എടുത്ത് കളിക്കാനാ താല്പര്യം ഉണ്ടാവുക. എന്നാൽ ഈ ഉദ്ധവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാൻ അമ്പലം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കും. കാണാറില്ലേ? ചെറിയ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാൽ ഒരു അമ്പലം പോലെ ഒരു സാധനം ഉണ്ടാക്കും. അതിന് നേരെ മുന്നിൽ ഒരു വിഗ്രഹമൊക്കെ അതാ കൊണ്ടുപോയിട്ട് ഇത് ഭഗവാനാട്ടോ എന്നൊക്കെ പറയും, അല്ലേ? അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവത് കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ച് പഞ്ചഹായരോ മാത്ര 5-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ കൃഷ്ണനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ടോ ഭഗവാനെ പറ്റി എന്തൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുമോ അതൊക്കെ പഠിച്ച് ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീത. വ്യാഴാചാര്യനായിരിക്കുന്ന ഗുരുനാഥന്റെ അടുത്തുനിന്നും ഈശ്വര കാര്യങ്ങളെ കൃഷ്ണനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചയാളാണ് ഈ ഉദ്ധവൻ. ഉദ്ധവൻ അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് എപ്പോഴും ഭഗവാന്റെ അടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഉദ്ധവന് കൃഷ്ണനാവണം എന്നുള്ളൊരു ആഗ്രഹം. ഭഗവാനാവണം വെച്ചാൽ എന്താ ചെയ്യുക, അല്ലേ? ആദ്യം ഭഗവാന്റെ രൂപം കെട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അണിഞ്ഞതായിരിക്കുന്ന പീതാംബരപ്പെട്ട് അത് ഭഗവാൻ അങ്ങോട്ട് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആരാ പ്രസാദമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് സംശയമില്ലാത്ര. അത് ഉദ്ധവനുള്ളത്. ഉദ്ധവൻ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇന്നലെ ഭഗവാൻ അണിഞ്ഞതായിരിക്കുന്ന പീതാംബരപ്പെട്ടെടുത്ത് ഉടുക്കാനായിട്ട് ഇതാ പുറപ്പെടുത്രേ. ഭഗവാൻ തൻ്റെ കഴുത്തിലുള്ള വരമാല അങ്ങോട്ട് അഴിച്ചു വെച്ച അപ്പോൾ ഉദ്ധവൻ അതെടുത്ത് കഴുത്തിലേക്ക് ഇതണിയും. ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞതായിരിക്കുന്ന കളഭം അത് ഭഗവാൻ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ കളപ്പെടുത്ത് മാറ്റി വെക്കും. ഉദ്ധവൻ അങ്ങനെ നോക്കി
കൃഷ്ണൻ എപ്പോഴാണ് ശരീരത്തിൽ നിന്ന് കളഭം മാറ്റണത്. ആ കളഭം എടുത്ത് ഇപ്പോൾ ഉദ്ധവൻ തൻ്റെ ശരീരത്തിലേതാണ്. ഇങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കൃഷ്ണനാരാ ഉദ്ധവനാരാന്ന് മാറിപ്പോകൂത്രേ. അങ്ങനെ ഭഗവാനെ തന്നെ ഇങ്ങനെ ധ്യാനിച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാനായി തീർന്നയാളാണ് ഉദ്ധവൻ. ഇങ്ങനെ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാന്റെ സ്വരൂപത്തോട് കൂടിയിട്ട് നടക്കുന്ന ആ ഉദ്ധവൻ ഭഗവാൻ രാജ്യഭാരം ഏറ്റെടുത്ത സമയത്ത് ആരെയാ പ്രധാനമന്ത്രിയാക്കി തീർക്കേണ്ടത് എന്ന് ഭഗവാൻ സംശയം ഉണ്ടായില്ലാത്ത വേഗം ഭഗവാൻ കൈകൊണ്ട് വിളിച്ചു, ഇങ്ങോട്ട് വരൂ ഉദ്ധവ, അവിടെ വന്നിരിക്കൂ പറഞ്ഞു അല്ലേ. അങ്ങനെ ആ ഭഗവാന്റെ അടുത്തിരിക്കണം എന്ന് വെച്ചാൽ എത്രത്തോളം ഭാഗ്യം ചെയ്യണം ആലോചിച്ച് നോക്കൂലെ. എത്ര ഭാഗ്യം ചെയ്യണം. അത്രയും ഭാഗ്യം ചെയ്തതായിരിക്കുന്ന ആ ഉദ്ധവൻ എന്തേ പറയാനുള്ളൂ? കൃഷ്ണന്റെ കഥ മാത്രമേ പറയാനുള്ളൂ. ഭഗവാൻ ഇങ്ങനെ ചെയ്തതായ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് എങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭഗവത് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഭഗവത് ഭക്തന്മാർ എന്ന് പറയും. എന്തൊരു ഭക്തിയാ അറിയാം. ഉദ്ധവന്റെ ഭക്തി അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും ഭക്തിയുള്ള ആളുണ്ടോ ലോകത്തേത് തോന്നും. ഉദ്ധവന് ഭക്തി മാത്രമല്ല, ഉദ്ധവൻ ജ്ഞാനിയും കൂടിയാണ്. നല്ല അറിവുള്ള ആളാണ്. ഭഗവാനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ച ആളാണ് ഇതാ ഉദ്ധവൻ. ഇപ്പം ജ്ഞാനഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്ന് പറയും. ആണ് ഈ ഭക്തി ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യണതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാതെയാണ് നമ്മൾ ചെയ്യുക അല്ലേ. കുറച്ചങ്ങടെ കാര്യം വെച്ചാലോ ഇന്ന കാര്യം അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവും കേട്ടോ, അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നാവൂട്ടോ എന്ന് വിചാരിച്ച് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ട് ഇതാ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുന്ന ആൾ, അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭഗവാൻ ഉപാസിക്കുക മാത്രമേ വേണ്ടൂ. ആ അറിവാണ് ഇതാ വേണ്ടത്. കൃഷ്ണാൽപരം കിമപി തത്വമഹം ന ജാനേ. ആ തത്വമാണ് മനസ്സിലാക്കേണ്ടത് പറയും. ആ അറിവാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എന്തറിവാണ്, എന്ത് ജ്ഞാനം ഉണ്ടാവേണ്ടത്? കൃഷ്ണാൽപരം കിമപി തത്വം അഹം ന ജാനേ. കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് വേറൊരു തത്വമില്ല. കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടത് എന്നുള്ള നല്ല ബോധമുള്ളതായിരിക്കുന്ന ആ ഉദ്ധവൻ. വിതുരൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ധർമ്മദേവനാണ് ഇവിടെ വിതുരനായിട്ട് ഇതാ ജനിച്ചത്. മാണ്ഡവ്യൻ എന്ന പേരായിട്ട് ഒരു മഹർഷി. അദ്ദേഹം ഇവിടുന്ന് മരിച്ച് നരകലോകത്തിലെത്തി. അപ്പോൾ അവിടെ ധർമ്മരാജാവ് ഉണ്ടായിരുന്നില്ല, എന്തോ കാര്യത്തിന് പുറത്ത് പോയത്. അപ്പോൾ ധർമ്മരാജാവിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ആ കാര്യമൊക്കെ നോക്കേണ്ടത്. ഇയാൾ ഈ മാണ്ഡവ്യനെ കണ്ടപ്പോൾ സംശയമില്ലാതെ ഒരു ശൂലം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ശൂലം അങ്ങോട്ട് കയറ്റിയതിൽ ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായി നരകത്തിൽ പോയ ആൾക്കാർ ചെയ്യാന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഈ ശൂലത്തിൻ്റെ മുകളിൽ കുറേ കാലം ഇങ്ങനെ മഴയും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് ഈ മാണ്ഡവ്യം അങ്ങനെ കിടക്കുക. അപ്പോഴാണ് ധർമ്മരാജാവ് വന്നത്. ധർമ്മരാജാവ് മാണ്ഡവ്യനെ ധർമ്മരാജാവിന് നല്ല പരിചയമാണ് മാണ്ഡവ്യനെ കണ്ട സമയത്ത് ചോദിച്ചു, ആരാ അങ്ങനെ ശൂലത്തിൻ്റെ മുകളിൽ കയറ്റിയത്? വേഗം ശൂലം മാറ്റാനായിട്ട് പറഞ്ഞു. മാണ്ഡവ്യം വന്ന് ധർമ്മരാജാവിനോട് ചോദിച്ചു, അല്ല അങ്ങിപ്പോൾ എന്ത് കണ്ടിട്ടാ എന്നെ ശൂലത്തിൻ്റെ മുകളിൽ കയറ്റിയത്? അപ്പം അങ്ങ് ചെയ്ത പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ പറഞ്ഞു അത്രേ. അപ്പം മാണ്ഡവ്യം ചെയ്ത പാപമൊക്കെ എഴുതി വെച്ച് ഒരു പുസ്തകം ഉണ്ട് അത്ര. അവിടെ 200 പേജിൻ്റെ പുസ്തകം എല്ലാവർക്കും ഉണ്ട്, പേടിക്കാൻ. നമ്മളിതാ ചെയ്യുന്ന നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എഴുതി വയ്ക്കുന്ന ഓരോ പുസ്തകമുണ്ട്. ആ പുസ്തകം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ആ പുസ്തകം എടുത്തുകൊണ്ടോന്നു ഇയാൾ ചെയ്ത പാപം എന്താണെന്നുള്ളത് നോക്കി വായിച്ചു അത്രേ അവിടെയുള്ള ആൾക്കാർ. ഇയാൾ ചെയ്ത പാപം എന്താ അറിയും? മാണ്ഡവ്യൻ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് മുട്ടുകുത്തി നടക്കണ സമയത്ത് ഇയാൾ ഈച്ചേനെ കണ്ട അപ്പം അടിച്ചു കൊല്ലു അത്രേ. ഇങ്ങനെ ഈച്ചേനെ ഒക്കെ കൊന്ന് ആ ഈച്ചേനൊക്കെ പാടെ ഈർക്കിലിൻ്റെ മോള് ഒരു മാല പോലെ കുത്തി പുറത്തിട്ടു. ഇത് അയാൾ ചെയ്ത പാപം. പക്ഷെ മാണ്ഡവ്യം വിട്ടുകൊടുത്തില്ല. മാണ്ഡവ്യം ധർമ്മരാജാവിനോട് ചോദിച്ചു അത്രേ, അല്ല ഏത് വയസ്സിലാണ് ഞാനത് ചെയ്തത് ചോദിച്ചു. മാണ്ഡവ്യൻ LLB കഴിഞ്ഞ ആളാണെന്നാണ് തോന്നുന്നത്, വിട്ടുകൊടുത്തില്ല അത്രേ. മാണ്ഡവ്യൻ ചോദിച്ചു, ഏത് വയസ്സിലാണ് അത് ചെയ്തത് ചോദിച്ചു. അപ്പോൾ ഏത് വയസ്സിലാന്ന് എഴുതുന്ന വേറൊരു 200 പേജിൻ്റെ പുസ്തകം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. അത് നോക്കിയ സമയത്ത് 5ാമത്തെ വയസ്സിനെക്കാളും മുന്നേ 5 വയസ്സായില്ല ഈ സമയത്ത് അദ്ദേഹത്തിന്. ഇപ്പം മാണ്ഡവ്യൻ ചോദിച്ചു, അല്ല ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ബുദ്ധി പോലും ഉറക്കാത്ത സമയത്ത് ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം ആർക്കാ അതിൻ്റെ കുറ്റം? മാതാപിതാക്കൾക്ക്, അച്ഛനമ്മമാർക്കാണ് അല്ലേ.
അച്ഛനമ്മമാരാണ് കുട്ടികളെ നേരെ വളർത്തേണ്ടത്. താടിച്ചു ശിക്ഷിച്ചു വളർത്തിടേണം. കുട്ടികളെ നേരാവണ്ണം വളർത്തേണ്ടതായിരിക്കുന്ന ചുമതല അച്ഛനമ്മമാർക്കാണ്. ബുദ്ധി ഉറക്കാത്ത സമയത്ത് കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഇങ്ങനെ ശിക്ഷ തരാനായിട്ട് പാടും. അങ്ങക്ക് ധർമ്മം വേണ്ട രീതിയിൽ അറിയില്ല, അങ്ങതാ ഒരു ദാസീപുത്രനായിട്ട് ജനിക്കട്ടെ എന്ന് മാണ്ഡവ്യന്റെ ശാപം കൊണ്ടാണ് ഇപ്പോൾ യമധർമ്മരാജാവ്, ധർമ്മം നന്നായിട്ട് അറിയുന്ന യമധർമ്മരാജാവാണ് ഇവിടെ ദാസീപുത്രനായിട്ട് ഈ കുരുകുലത്തിൽ വന്ന് ജനിക്കുന്നത്. ആലോചിച്ച് നോക്കൂലേ. വേദവ്യാസ മഹർഷിയുടെ അടുത്ത ഭീഷ്മ പിതാമഹര് വന്നതാ പറഞ്ഞു, അതേ ഇനി കുലം നേരെ നിൽക്കണം എന്നുണ്ടെച്ചാൽ എന്ത് വേണം? ഇവിടെ കുട്ടികളുണ്ടാവണം. ആൺകുട്ടികളല്ലേ ആ രാജ്യം ഭരിക്കാൻ ആരെങ്കിലും വേണ്ടേ? 3 പെൺകുട്ടികളെ ഉള്ളൂ അത്രേ, അംബ, അംബിക, അംബാലിക, ഇവരെ ഉള്ളൂ. ഇനി അപ്പൊ രാജ്യം ഭരിക്കാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങളൊക്കെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടികളോട് എത്ര പറഞ്ഞിട്ടും അത് കേൾക്കില്ല. അത്ര കല്യാണം കഴിക്കുക പറഞ്ഞാൽ വേണ്ട വേണ്ട. ഇപ്പോഴത്തെ ചില കുട്ടികളൊക്കെ കണ്ടില്ല, എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. കല്യാണം വേണ്ട, കല്യാണം വേണ്ട. അങ്ങനത്തെ ആൾക്കാരായിരുന്നു 3 പെൺകുട്ടികൾ. അതിൽ അംബ എന്ന് പറഞ്ഞ സ്ത്രീയെ അടുത്തേക്ക് വിളിച്ചു ഭീഷ്മര്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കുട്ടികൾ അതാ ഉണ്ടാകണം, അതുകൊണ്ട് നീ ഇതാ വേഗം ആ വേദവ്യാസ മഹർഷിയുടെ അടുത്തേക്ക് യാത്രയാവാൻ പറഞ്ഞു. അപ്പം അംബ പറഞ്ഞു, പറ്റില്ല കേട്ടോ പറഞ്ഞു, എനിക്ക് ഒരാളായിട്ട് കുറച്ച് സ്നേഹത്തില്ല. ഇടയ്ക്ക് ഞങ്ങൾ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറയാറുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അയാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഞാൻ ശരി അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ 2 പെൺകുട്ടികൾ, അംബിക, അംബാലിക, അവരെ വിളിച്ചു അത്രേ. അങ്ങനെ വേദവ്യാസ മഹർഷിയെ കണ്ടതോടുകൂടി ഒരു സ്ത്രീ കണ്ണടച്ചിട്ടാണ് വേദവ്യാസ മഹർഷിയുടെ അടുത്തേക്ക് പോയത്. മറ്റൊരു രാജകുമാരി ശരീരം മുഴുവനും ഒന്നിച്ച് മറച്ച്. അങ്ങനെ വേദവ്യാസ മഹർഷിയിൽ നിന്ന് 2 ആൺകുട്ടികൾ ഉണ്ടായിത്രേ. ഒന്നൊരു കുരുടൻ, മറ്റൊരു പണ്ടൻ, നന്നായി വരുമോ ദുരിതം ചെയ്താലല്ലേ. ആലോചിക്കണേ, നല്ല ശ്രദ്ധയോടുകൂടി സന്താനാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ ആലോചിച്ച് നോക്കൂലേ. ലോകത്തിന് ഉപകാരം ചെയ്യുന്നതായിരിക്കുന്ന കുട്ടികളെ വേണം നമ്മളിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ലോക സന്താന ഹേതവ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആരായിരിക്കണം? ലോക സന്താന ഹേതുക്കളായിട്ട് മാറണം. ലോകത്തിന് നല്ല കുട്ടികളെ പ്രദാനം ചെയ്യുന്ന അച്ഛനമ്മമാരായിട്ട് മാറണം. ഇവിടെയോ നേരെ വിപരീതമായിട്ടുള്ള ഭാവത്തോടു കൂടി ഉണ്ടായതായിരിക്കുന്ന കുട്ടികളോ ഒരാൾക്ക് കണ്ണെന്നെ കാണില്ല. ഏത് കണ്ണാ കാണാത്തത് അല്ലേ? ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറയും. ആശാൻ എപ്പോൾ വരണം? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തിൻ്റെ നമ്മൾ അടുത്തതാ എത്തിച്ചേരണം. ഇയാൾക്ക് കണ്ണ് കാണില്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രതാ പേരിതാ കിട്ടി. മറ്റൊരാൾക്കോ ശരീരത്തിൽ നിറച്ച് വെളുപ്പ് നിറായതുകൊണ്ട് പാണ്ഡുവും ഇതാ പേര് കിട്ടി. പിന്നീട് ദാസിയുടെ അടുത്ത് പറഞ്ഞു, ദാസിയാണെന്ന് വെച്ചാലോ എൻ്റെ ഭഗവാനെ, ഇത്രയും ഈശ്വരനെ ഉപാസിക്കുന്നതായ ഒരാളുടെ അടുത്ത് നിന്ന് എനിക്കൊരു സന്താനം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് വെച്ചാലോ, അങ്ങനെ ഉണ്ടായ ഉണ്ണിയാണ് ആര്? വിതുരൻ. അങ്ങനെ വിതുരൻ ധർമ്മരാജാവ്. പക്ഷേ ദാസിയുടെ പുത്രനായതുകൊണ്ട് ഇയാൾ എന്ത് ധർമ്മം പറഞ്ഞു കഴിഞ്ഞാലും ആരും അംഗീകരിക്കില്ലാതെ നല്ല കേമായിട്ട് ഭർത്തമാരൊക്കെ പറയും. പക്ഷെ ആൾക്കാർ അംഗീകരിക്കും കൂടി വേണ്ടേ? ഇവിടെ വിതുരൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും അംഗീകരിക്കില്ല. പിന്നെ ഒരു ഉണ്ണിയും കൂടി ഉണ്ടായി വേദവ്യാസ മഹർഷിക്ക്. ആരാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്ന ഭാഗവതമൊക്കെ പറഞ്ഞു തരുന്ന സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യൻ. ആരുടെ പുത്രനാണ്? വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്. അങ്ങനെ 3 കുട്ടികൾക്കും കൊട്ടാരമൊക്കെ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എപ്രകാരമാണോ ധൃതരാഷ്ട്രന്റെ കൊട്ടാരം, എപ്രകാരമാണോ പാണ്ഡുവിൻ്റെ കൊട്ടാരം, അതേപോലെ പ്രാധാന്യമുള്ള വലിയ ഒരു കൊട്ടാരം തന്നെയാണ് വിതുരനും. പുത്രക്ഷത്രുർഭഗവത മൈത്രേയേണാസംഗമാ. ഈ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് വിതുരൻ എത്തിച്ചേരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ശൗനകാദി മഹർഷീശ്വരന്മാര് സൂതപൗരാണികനോട് ചോദിച്ചു. പരീക്ഷത്ത മഹാരാജാവ് ശ്രീ സുബ്രഹ്മണ്യോട് ചോദിച്ചു. മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് ഈ വിതുരൻ എത്തിച്ചേർന്നത്? എന്താ അതിൻ്റെ കാരണം? മാത്രമല്ല വിതുരന്റെ കൊട്ടാരം എന്ന് പറഞ്ഞാലോ തെക്കുതുവാ സ്വഗൃഹം ഋദ്ധിമത്തായതാണ്, ഐശ്വര്യപൂർണമായതാണ് വിതുരന്റെ കൊട്ടാരം അല്ലേ. ഒരു കൊട്ടാരം എപ്പോഴാ ഐശ്വര്യമായിട്ട് മാറുക? ഒരു വീടെപ്പോഴാ ഐശ്വര്യമായിട്ട് മാറുക? വീടുണ്ടായി കഴിഞ്ഞാൽ അത് കല്ലും മണ്ണും സിമെന്റും ഒക്കെ തന്നെയാണ് അല്ലേ. ആ വീട് ഐശ്വര്യമാണെന്ന് വെച്ചാൽ എന്ത് വേണം? ആ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി പറയും. അപ്പോഴാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുക അല്ലേ. ചില വീട്ടിലേക്കൊക്കെ നമ്മളങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ അവിടുന്ന് പോരാൻ തന്നെ തോന്നില്ല. എന്നാൽ ചില വീട്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാലോ, അയ്യോ വേണ്ടാട്ടെ, എപ്പോഴാ പോവുക അതാ തോന്നില്ലേ. ചില വീട്ടിൽ നമ്മളങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് എന്തൊരു സന്തോഷമാണ്, എന്തൊരു ശാന്തിയാണ്, എന്തൊരു സമാധാനം അവിടെ.
അപ്പൊ ഈ വീട്ടിലെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവണം വെച്ചാൽ അത് ഐശ്വര്യമായിട്ട് മാറണമെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്താൽ മതി. ഏതൊരു ഗൃഹത്തിലാണോ 2 നേരം വിളക്ക് വെക്കുന്നത്, 2 സന്ധ്യാസമയത്ത് എന്ത് വേണം, വീട്ടിൽ നിർബന്ധമായിട്ടും വിളക്ക് കത്തിച്ച് വെക്കണം. ചിലവര് എണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ച് വെക്കും, ചിലവര് വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ച് വെക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ കത്തിക്കണമെന്ന് വെച്ചാൽ അത് അവരവർക്ക് ഗുണമാണ്. നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നവരെന്ത് ചെയ്യും, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വിളക്ക് കത്തിക്കാനായിട്ട് പുറപ്പെടും. എണ്ണ വെച്ചിട്ടൊക്കെയാണ് വിളക്ക് കത്തിക്കണത് വെച്ചാലോ അല്ലെ രോഗങ്ങളൊക്കെ മാറുന്നാ പറയും. അമ്പലത്തേക്കൊക്കെ വരുമ്പോൾ പല ആൾക്കാരും എന്താ ചെയ്യുക, അമ്പലത്തിൽ കത്തിക്കാൻ വേണ്ടി എണ്ണയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കും അല്ലെ, രോഗങ്ങളില്ലാതാവുന്നതാണ് എണ്ണ കൊണ്ട് വിളക്ക് വെക്കുക പറയും. വൃന്ദാവനത്തിൽ ഒരു പ്രത്യേക വനമുണ്ട്, കാമ്യവനം എന്നാ പറയുക. ആ വനത്തിൽ അല്ലേ കോകില അല്ലെ ഒരു വനം ഉണ്ട് അവിടെ, കോകിലാവനം അല്ലെ. ആ കോകിലാവനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടെ സാക്ഷാൽ മഹാദേവനാണ്. ആ മഹാദേവന്റെ പ്രത്യേകത എന്താ അറിയും, രോഗം മാറ്റുന്ന ദേവൻ. ആ ദേവന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വഴിപാട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിക്കും. എന്തിനാ എണ്ണ ഒഴിക്കുന്നത്, രോഗം മാറാനാണ് പറയും. രോഗം മാറാൻ എന്ത് ചെയ്താൽ മതി, എണ്ണ ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ ദാനം ചെയ്യുക. ഛായാദാനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഒരു പ്രായശ്ചിത്ത കർമ്മത്തിൽ പെട്ടതാണ് ഛായാദാനം. ഛായാദാനം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഈ വയസ്സാവുന്നതിനനുസരിച്ച് വല്ലാതെ അസുഖമൊക്കെ ബാധിക്കുമ്പോൾ ആ അസുഖം എത്രയായിട്ടും മാറണമില്ല. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, ഛായാദാനം ചെയ്യാനായിട്ട് പോകും. ഛായാദാനമല്ല, ഛായ എന്താണ് ഛായാദാനം എന്ന് പറയും അല്ലേ. അതെങ്ങനെയാ ചോദിച്ചാൽ ഈ ഇരുമ്പിന്റെ ചീഞ്ചട്ടിയിൽ നിറച്ച് എണ്ണയാക്കി രോഗമുള്ള ആള് ആ എണ്ണയിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മുഖം എണ്ണയിലാണ് കണ്ടാൽ അപ്പം എന്ത് ചെയ്യും, നേരെ മുന്നിലിരിക്കുന്ന ആ പുരുഷന് ബ്രാഹ്മണന് ഇതെന്ത് ചെയ്യണു, ഇത് ദാനമായിട്ട് കൊടുക്കും. അതിന് മുന്നേ വേറെ കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴാണോ ബ്രാഹ്മണൻ ഈ എണ്ണയുടെ പാത്രം എണ്ണയുടെ ചീഞ്ചട്ടി വാങ്ങണത്, ആരെങ്കിലും വാങ്ങും, ആലോചിച്ച് നോക്കും, ഒരാളുടെ പോകും, ആരെങ്കിലും വാങ്ങും, അതിലൊക്കെ വലിയ കിട്ടുള്ളൂ, സംശയമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ അതും അവർ വാങ്ങണത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇയാളുടെ രോഗം മാറട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് മാറ്റാൻ വേണ്ടി ഇവരുടെ കയ്യിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവരിന്ന് രോഗം മാറുന്ന അത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഛായാദാനം അങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് വെച്ചാൽ ഇവരുടെ രോഗം, ആർക്കാണോ രോഗമുള്ളത് അവരുടെ രോഗം ആരാണോ വാങ്ങുന്നത് വെച്ചാൽ അയാളിലേക്കായിട്ട് മാറുന്നു. ഇതിനാണ് എന്ത് പറയുക, ഛായാദാനം എന്നതാ പറയുക അല്ലേ. അപ്പൊ ഇനി രോഗം മാറാൻ എന്ത് ചെയ്താൽ മതി, ആരെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ വാങ്ങി കൊടുത്താൽ മതി അല്ലേ. എണ്ണ വാങ്ങി കൊടുത്തു കഴിഞ്ഞാലോ നമ്മളെ രോഗമൊക്കെ മാറുള്ളൂ. അതാണല്ലോ പണ്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ അവര് കയ്യിൽ വാങ്ങില്ല അല്ലേ, ശ്രദ്ധിച്ചില്ലേ. എന്തൊക്കെയാ കയ്യിൽ വാങ്ങാത്തത്, എന്തൊക്കെയാ അല്ലേ, ഭസ്മം കയ്യിൽ വാങ്ങില്ല. ആരെങ്കിലും ഭസ്മം ചോദിച്ചു കഴിഞ്ഞാൽ ഭസ്മം എന്തേ ചെയ്യുള്ളൂ, അവിടെ വെച്ചോളൂ, ഒക്കെ എടുത്തോളാ പറയും അല്ലേ. ഭസ്മം കയ്യിൽ വാങ്ങില്ല. ഉപ്പ് കയ്യിൽ വാങ്ങില്ല, ഉപ്പ് കൈ കൊണ്ട് വിളമ്പില്ല, ശ്രദ്ധിക്കേണ്ടതാ അല്ലേ. ഉപ്പൊന്നും കയ്യിൽ വാങ്ങില്ല, ഉപ്പ് കൊടുത്തു നോക്കൂ, അവിടെ വെച്ചാൽ മതി അല്ലേ. അടയ്ക്ക കയ്യിൽ വാങ്ങില്ല, അടയ്ക്ക ഒറ്റയ്ക്ക് അടയ്ക്ക വാങ്ങില്ല, അടയ്ക്ക് വെറ്റിലും കൂടിയേ വാങ്ങുള്ളൂ അല്ലേ. അത് വെറ്റില മടക്കി അതിൻ്റെ മുകളിൽ അടയ്ക്ക വെച്ച് അങ്ങനെ അതാ വാങ്ങുള്ളൂ. അടയ്ക്ക ഒരിക്കലും മുറുക്കണ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. അടയ്ക്ക തരൂ പറഞ്ഞാൽ കയ്യിൽ വാങ്ങില്ല, അവിടെ വെച്ചോളൂ എന്നിട്ട് അല്ലേ. അടയ്ക്ക കയ്യിൽ വാങ്ങില്ല. പിന്നെ കത്തി കയ്യിൽ വാങ്ങില്ല, കത്തിയൊക്കെ അവിടെ തന്നെ വെച്ചാൽ അവിടെ വെച്ചോളാൻ പറയും അല്ലേ. എന്നിട്ടേ ഇത് എടുക്കുള്ളൂ. അതേപോലെ എണ്ണ കയ്യിൽ വാങ്ങില്ല. എണ്ണ കയ്യിൽ വാങ്ങാത്തതിൻ്റെ കാരണം എന്താ ഇപ്പം മനസ്സിലായല്ലോ അല്ലേ. ഒരാളുടെ അടുത്ത് എണ്ണ കിട വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ രോഗമാണ് നമ്മളിലേക്ക് ഇതാ ബാധിക്കുന്നത് അല്ലേ. ഇതിനാണ് ഛായാദാനം എന്ന് പറയും. അപ്പം എണ്ണ വിളക്കൊക്കെ ധാരാളം പൂജാമുറിയിൽ ഇങ്ങനെ കത്തിക്കുമ്പോൾ നമ്മളെ രോഗങ്ങളൊക്കെ ഇതാ ഇല്ലാതായിട്ട് തീരണം, പിതൃക്കൾക്കൊക്കെ മുക്തി കിട്ടണം അല്ലേ. എന്തുകൊണ്ടാണ് എണ്ണ ഉണ്ടാക്കി ആലോചിച്ച് നോക്കൂ. എള്ള് കൊണ്ടാണ് ആ എണ്ണ ഇതാ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം എള്ള് എന്തിനോട് ബന്ധപ്പെട്ടതാണ്, പിതൃക്കളോട് ബന്ധപ്പെട്ടതാണ് എള്ള അല്ലേ. അപ്പോൾ ധാരാളം എള്ളെണ്ണ എടുത്തിട്ട് എന്ത് വേണം, നല്ല എണ്ണ വേണം. അല്ലാതെ ഇപ്പം കിട്ടുന്ന ഓരോ എണ്ണ ഉണ്ട്, വിളക്കെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അങ്ങനത്തെ എണ്ണയൊന്നും കൊണ്ടു കൊടുക്കാൻ പാടില്ല. അമ്പലത്തേക്കൊക്കെ വരുമ്പോൾ എന്ത് വേണം, നല്ല എണ്ണനെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം. അപ്പോൾ രോഗങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരണു. പിന്നെ നെയ്വിളക്കൊക്കെ വെക്കും ചില ആളുകൾ അല്ലേ. വീട്ടിലൊക്കെ നെയ്വിളക്ക്, ചിലവർ വെള്ളി വിളക്കൊക്കെ വാങ്ങി അതിൽ നെയ്യാക്കി കെടാവിളക്കായിട്ട് കത്തിക്കും തൻ്റെ പൂജാമുറിയിൽ അല്ലേ. ചിലവരെന്താ ചെയ്യും, ചിലവർ ഈ വെള്ളി വിളക്കിൻ്റെ ചുവട്ടിൽ ഒരു പാത്രം വെച്ച് ആ പാത്രത്തിൽ ഗുരുതിയൊക്കെ കലക്കി എന്നിട്ട് അതിൽ വിളക്ക് വയ്ക്കും അല്ലേ. എന്തിനാ ഈ ഗുരുതി കലക്കി വെക്കുന്നത് അല്ലേ, എന്തിനാ അത്
നമ്മൾ ഇങ്ങനെ വിളക്ക് വെക്കുന്നതിനനുസരിച്ച് നമുക്ക് ഐശ്വര്യം ഇങ്ങനെ കൂടി കൂടി വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് അത്ര ഇഷ്ടമാവില്ല. അങ്ങനെ അവന് അത് വേണ്ടാട്ടോ എന്നിട്ട് ചിലപ്പോൾ മനസ്സിൽ തോന്നിയാലോ, അത് ആർക്കും തോന്നുന്നില്ല, വെറുതെ വിചാരിക്കും. അത് തോന്നിയാലോ വിചാരിച്ചിട്ടാണ് എന്താ ഒരു ഗുരുതി പാത്രത്തിലൊക്കെ വിളക്കാക്കി വെച്ച് അല്ലേ, ആ വിളക്കിൽ നെയ്യൊക്കെ ആക്കി കണ്ടെങ്കിൽ അങ്ങനെ പല ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ധാരാളം ഐശ്വര്യം അവർക്ക് ഇതാ ഉണ്ടാകുന്നു. ചിലവരെന്ത് ചെയ്യും, സ്വർണത്തിൻ്റെ വിളക്കൊക്കെ ഉണ്ടാക്കും. സ്വർണത്തിൻ്റെ വിളക്കൊക്കെ ഉണ്ടാക്കി അതിൽ നെയ്യൊക്കെ ആക്കി കെടാവിളക്കായിട്ട് കണ്ടല്ലേ, എപ്പോൾ ഇവിടെ കെടാവിളക്ക് ഇതാ വെച്ചത് അല്ലേ. ഇതേപോലെ വീട്ടിൽ കെടാവിളക്ക് ഇതാ വെക്കുക, അമ്പലത്തിൽ കെടാവിളക്ക് ഇതാ വെക്കുമ്പോൾ നല്ല ഐശ്വര്യം അവർക്ക് ജീവിതത്തിൽ ഇതാ ഉണ്ടാവുന്നു. സ്വർണത്തിൻ്റെ വിളക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ അത്ഭുതമാവും അല്ലേ. പക്ഷേ സ്വർണത്തിൻ്റെ വിളക്കൊക്കെ ഉള്ള എത്ര ആൾക്കാരുണ്ടെന്നാണ് വിചാരിച്ചത്? അനവധി ആൾക്കാരുണ്ട്. ഞാൻ തന്നെ കണ്ടു, എവിടെയാണ് പറഞ്ഞിരിക്കുക. സ്വർണത്തിൻ്റെ പൂജാപാത്രമൊക്കെ ഉള്ള അനവധി സ്ഥലമുണ്ട്. ഗുരുവായൂർ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് സ്വർണത്തിൻ്റെ വിളക്ക് ഇതാ ഒരാൾ കൊടുത്തു, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഭഗവാനെ ഉപാസിക്കുമ്പോൾ ആ ഗൃഹത്തിൽ നല്ല ഐശ്വര്യത ഉണ്ടാവുന്നു. പിന്നെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ എന്ത് ചെയ്താൽ മതി? ആ വീട്ടില് ഗണപതിയെ ഉപാസിക്കുക, ഗണപതി ഹോമം നടത്തുക, ഭഗവതിയെ ഉപാസിക്കുക. ഇങ്ങനെ ഗണപതി ഹോമവും ഭഗവതി സേവയും നമ്മൾ ഗൃഹത്തിൽ നടത്തുന്ന സമയത്ത് ആ ഗൃഹത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെ പഠിച്ച ആൾക്കാരെ വിളിച്ചോണ്ടോന്ന് നടത്തണം വെച്ചാൽ കുറേ പൈസ വേണ്ടേ ഭഗവാൻ? ഇതൊക്കെ എന്നും സാധിക്കുന്നതാണോ? സാധിക്കുവെച്ചാൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ ഗണപതിയെ ഉപാസിക്കും. ഗണപതിയെ ഉപാസിക്കാൻ എന്ത് ചെയ്താൽ മതി? ഗണപതിക്ക് കൊടുക്കേണ്ട സാധനമൊക്കെ കയ്യിലേക്ക് എടുക്കുക അല്ലേ. എന്തൊക്കെയാണ്? അതിന് നാളികേരത്തിൻ്റെ കഷ്ണം എടുക്കുക, ശർക്കര, അവല്, മലര്, 8 സാധനങ്ങളുണ്ട്. അതിനാണ് അഷ്ടദ്രവ്യം എന്ന് പറയും. ഈ അഷ്ടദ്രവ്യം ഒന്നിച്ചതായെടുത്ത് എന്ത് ചെയ്യുക, രാവിലെ തന്നെ രാവിലെ അടുപ്പിൽ തീ വെക്കുന്ന സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്യും, ഇതൊക്കെ പാടെ അതിലേക്ക് എടുത്തിടും. ഇത് ഗണപതിക്കാണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എടുത്തിടാനായിട്ട് പുറപ്പെടും അല്ലേ. ഇതിനാണ് ഗണപതി ഹോമം എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഈ ഗണപതിക്കാണ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? അത് ഗണപതി ഹോമമായിട്ട് മാറി. പിന്നെ ഭഗവതിയെ ഉപാസിക്കുന്നതോ, ഭഗവതിയെ ഉപാസിക്കുന്നതിന് എന്ത് ചെയ്താൽ മതി? ഭഗവതിയുടെ നാമം ജപിക്കുക. ഭഗവതിയുടെ നാമം, ലളിതാ സഹസ്രനാമമൊക്കെ വീട്ടിലിരുന്ന് ജപിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് ഭഗവതി സേവയായിട്ട് മാറി. ഇങ്ങനെ ഭഗവതിയെ ഉപാസിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം, ഭഗവതിക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച. ഈ ദിവസമൊക്കെ ഭഗവതിയെ ഉപാസിക്കുമ്പോൾ വീട്ടിൽ ധാരാളം ഐശ്വര്യത ഉണ്ടാവുന്നു. പിന്നെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ എന്താ വേണ്ടത്? ഭഗവാനെ ഉപാസിക്കുന്ന ഭക്തന്മാരായ സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളെ തൻ്റെ ഗൃഹത്തിലേക്ക് വിളിച്ചു വരുത്തുക. എന്നിട്ടോ അവർക്ക് വേണ്ടതായിരിക്കുന്ന ഭക്ഷണമൊക്കെ കൊടുക്കുക. അവരവിടെ ഇരുന്ന് ഭഗവാന്റെ തിരുനാമൊക്കെ ജപിക്കുമ്പോൾ കൂട്ടത്തിലിരുന്ന് ജപിക്കാനായിട്ട് പുറപ്പെടുക. അപ്പൊ ഭഗവത് ഭക്തന്മാര്, സജ്ജനങ്ങളുടെ പാദസ്പരിശം ഒരു സ്ഥലത്ത് ഏറ്റുകഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഐശ്വര്യത ഉണ്ടാവും. അപ്പൊ ഇപ്പൊ പിന്നെ സജ്ജന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സിലാവും, അയ്യോ വീട്ടിലേക്ക് എടുത്തിട്ടോ അല്ലേ. ഇവരൊക്കെ നല്ല ആൾക്കാരാണോ അല്ലയോ എന്നുള്ളത് ആർക്കറിയാം. ഓരോ ആൾക്കാരും ഓരോ വേഷം കെട്ടിയിട്ട് അല്ലേ, ഓരോ കുറിയൊക്കെ ഇട്ട് നടക്കുന്നത് കാണുന്ന സമയത്ത് ആർക്കറിയത് വീട്ടിലേക്ക് വിളിച്ചാലാ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ സജ്ജനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ തന്നെ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. ധ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്താജനാതേഷ്വേഷാവസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാ. അതാണ് ഭഗവാന്റെ പ്രത്യേകത. മഹാലക്ഷ്മി തൻ്റെ വീട്ടിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ആരാണോ വീട്ടിലിരുന്ന് സഹസ്രനാമം ജപിക്കുന്നത്, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, അതൊക്കെ കേൾക്കാൻ വേണ്ടി ഒരാള് നേരെ മുന്നിൽ വന്നിരിക്കുന്ന പറയും. ആരാണ്? അല്ലേ, മഹാവിഷ്ണുവിന്റെ ഭാര്യയായ ലക്ഷ്മി ഭഗവതി നേരെ മുന്നിൽ വന്നിരിക്കുന്നു. നല്ല സ്നേഹമുള്ള ഭാര്യമാരുണ്ടാവും. ചിലപ്പോൾ ഭർത്താവിന് നല്ല സ്നേഹമുള്ള ഭാര്യമാരല്ലേ. ആ ഭാര്യമാരുടെ പ്രത്യേകത എന്താ? ഈ ഭർത്താവിനെ പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെ നല്ലത് പറയേണ്ട വെച്ചാൽ ഭാര്യ എന്ത് പറയും? കുറച്ചുകൂടിയും പറയൂട്ടോ, കേൾക്കാൻ രസമുണ്ട്, കുറച്ചുകൂടിയും പറയൂട്ടോ, കേൾക്കാൻ രസമുണ്ട് എന്ന് പറയും അല്ലേ. ചില ഭാര്യമാരുണ്ട് ഏതെങ്കിലും ഭർത്താവിനെ പറ്റിയിട്ട് ആരെങ്കിലും ഒക്കെ നല്ലത് പറഞ്ഞിട്ട് വെച്ചാൽ അവരെന്താ പറയുക? അയാളെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയാനിട്ട് ആ മനുഷ്യ, അങ്ങനെ പറയുന്ന ഭാര്യമാരും ഉണ്ടാവും അല്ലേ. ഇവിടെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളാണ്? തൻ്റെ ഭർത്താവിൻ്റെ ഗുണഗണങ്ങൾ ആരാണോ പറയുന്നത് അവിടെ ഇരിക്കാനാണ് മഹാലക്ഷ്മിക്ക് കൂടുതൽ ഇഷ്ടം.
അപ്പോൾ മഹാലക്ഷ്മി തൻ്റെ വീട്ടിലുണ്ടാവണം വെച്ചാൽ എന്ത് ചെയ്താൽ മതി? മഹാവിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, അല്ലേ? ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ, ഭഗവാന്റെ സഹസ്രനാമൊക്കെ ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അത് കേൾക്കാനായിട്ട് മഹാലക്ഷ്മി മുന്നിൽ ഇരിക്കണമെന്ന് മാത്രമല്ല, ആ മഹാലക്ഷ്മി എങ്ങനെ ഇരിക്കണോ? ഏതുദ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്താജന തേഷു ഏഷാവസതി സ്ഥിരൈവ സ്ഥിരൈവ, സ്ഥിരമായിട്ട് അവിടെ ഇരിക്കണോ അത്രയും മഹാലക്ഷ്മി. എന്താ ഈ ലക്ഷ്മിയുടെ പ്രത്യേകത, അല്ലെ? ഈ പണത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്നിപ്പോൾ ഒരാളുടെ കയ്യിലാണിച്ചാൽ നാളെ വേറൊരു ആളുടെ കയ്യിൽ, മറ്റന്നാൾ വേറൊരു ആളുടെ കയ്യിൽ, അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ഐശ്വര്യം. എന്നാൽ ഈ ഭഗവാൻ ഉപാസിക്കാൻ പുറപ്പെട്ടാലോ? സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദര, ദൈതപ്രസ്താവദത്താദരയാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഗുണഗണങ്ങൾ എവിടെയാണോ പറയുന്നത് അവിടെ സ്ഥിരമായിട്ടിരിക്കണു ആ മഹാലക്ഷ്മി. അപ്പം ലക്ഷ്മിയൊക്കെ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ ലക്ഷ്മി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴാണ് ലക്ഷ്മി പുറത്തേക്ക് പോവുക, അല്ലേ? അനുജത്തി ഇരിക്കുന്നോടത്തെ ഇടത്തിരിക്കില്ല പറയും. ആരാ? ലക്ഷ്മി ഭഗവതിയുടെ അനിയത്തി വേറൊരു സഹോദരി ഉണ്ട് അത്ര, വയ്യാട്ടോ പറയാൻ പേര്, എൻ്റെ ഭഗവാൻ ചേട്ടാ ഭഗവതി, അല്ലേ? എപ്പോഴാണ് ചേട്ടാ ഭഗവതി നമ്മളെ വീട്ടിലേക്ക് വരിക? സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ടും ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും കടന്നുറങ്ങുന്നുണ്ടോ അവിടേക്ക് വരുന്ന ആളാണ് ചേട്ടാ ഭഗവതി വരും, അല്ലേ? നിങ്ങൾ ചേട്ടാ ഭഗവതി വന്ന് കാലം ഇങ്ങനെ ഉണ്ണിയരും, ഇത്ര കുറച്ചേരൂടെയും കടന്നോട്ടോ അത് പറഞ്ഞ് വീട്ടിലിതായിരിക്കും. അപ്പം ആ അനുജത്തിരിക്കുന്ന സ്ഥലത്ത് ആരിയ്ക്കില്ല? ഏട്ടത്തി ഇതായിരിക്കില്ല പറയും. അത് വരുന്നുണ്ട് എന്ന് കണ്ടാൽ അപ്പോൾ ശ്രീ ഭഗവതി അവിടുന്ന് പുറത്തേക്ക് ഇതായ യാത്രയാവും, അല്ലേ? നമുക്ക് തന്നെ അറിയാലോ, അല്ലേ? അമ്മയൊക്കെ ചിലപ്പോൾ വീട്ടിലെ പിറന്നാളുണ്ട് കേട്ടോ, നീ വരുന്നില്ലേ എന്നൊക്കെ കല്യാണം കഴിച്ച് കൊടുത്ത കുട്ടികളെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് അവരെന്താ പറയും? ഏടത്തി വരുന്നുണ്ടോ എന്ന് ആദ്യം ചോദിക്കും. ഏടത്തി വരുന്നുണ്ട് വെച്ചാൽ ഞാൻ ഇല്ല കേട്ടോ പറയും. ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ചേട്ടാ ഭഗവതി ഉള്ളിടത്ത് ആരിയിരിക്കില്ല? ശ്രീ ഭഗവതി ഇതായിരിക്കില്ല. ഇനി അഥവാ ശ്രീ ഭഗവതി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലോ ആ ശ്രീ ഭഗവതിയെ പിന്നെ നമ്മളെ ഗൃഹത്തിലേക്ക് ഇതാ വിളിച്ചു വരുത്തുന്ന വെച്ചാലോ എത്ര വിളിച്ചാലും വരില്ല. അതാണ് വെഞ്ചാമരമൊക്കെ കൊണ്ട് താലപ്പൊലിയൊക്കെ ആയിട്ട് മഹാലക്ഷ്മിയെ നമ്മളെ ഗൃഹത്തിലേക്ക്, നമ്മൾ സാധാരണ പതിവുണ്ടല്ലോ, അല്ലേ? കർക്കിടക മാസം 1-ാം തീയതി, കർക്കിടക മാസം തുറന്നതിന് മുന്നേ തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി അടിച്ച് വാരി തുടച്ച്, അതുവരെ അടിച്ച് വാരി വിചാരിച്ചാലും ഈ തലേ ദിവസം സംശയമില്ല. ഭഗവാനെ ചില ആൾക്കാരൊക്കെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ റാക്കിലൊക്കെ എന്തൊക്കെയാണുള്ളത് ഇതാ വിചാരിച്ചത്, അല്ലേ? മാതൃഭൂമി പേപ്പർ തുടങ്ങി അന്ന് മുഴുക്കുള്ള സാധനം ഉണ്ടാവും അവിടെ, എല്ലാ സാധനം എടുത്ത് വെച്ച. എന്നാൽ ഈ ദിവസമാകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ ഒരു പലകേൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് അതിൽ വെള്ളമൊക്കെ ആക്കി വെച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ വെക്കും. പിന്നെ പൂക്കളൊക്കെ കൊണ്ടുപോയി വെക്കണു, നിറച്ചപ്പൊക്കെ വെക്കണു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? മഹാലക്ഷ്മി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതാ കയറി വരണേ, അല്ലേ? മഹാലക്ഷ്മി ഗൃഹത്തിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മഹാലക്ഷ്മിയെ നമ്മളെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പോവാതിരിക്കാൻ നമ്മളിതാ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെന്ത് ചെയ്താൽ മതി? സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാം, ഭഗവാനെ സ്ഥിരമായിട്ട് ഗൃഹത്തിലിരുന്ന് ഉപാസിക്കാനായിട്ട് ഇതാ പുറപ്പെടുക. ഭഗവാൻ ഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ പാദസ്പരിശം ഏൽക്കുമ്പോൾ ഈ വിതുരൻ്റെ കൊട്ടാരത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഭഗവത് ഭക്തന്മാരാണോ? വിതുരൻ്റെ കൊട്ടാരത്തിൽ ഭഗവത് ഭക്തന്മാർ മാത്രമാണോ വന്നിട്ടുള്ളത്? അതല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അടക്കം ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സ്ഥലമാണ് വിതുരൻ്റെ കൊട്ടാരം. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഹസ്തിനപുരത്തിൽ പോയി കൗരവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ധൃതരാഷ്ട്രരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ദുര്യോധനൻ അവിടെ ഇരുന്ന് പറയും, അതെ കൃഷ്ണ ഉച്ചയ്ക്ക് ഇവിടുന്ന് ആവാട്ടോ ഊണ് പറയും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ദുര്യോധനോട് പറയും, എന്തിനാ ദുര്യോധനേട്ടാ ഇടയ്ക്ക് ഇതിങ്ങനെ എന്നോട് പറയണത്? ഏട്ടൻ പറയാതെ തന്നെ എനിക്ക് എപ്പോൾ വേണിച്ചാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചൂടെ, പക്ഷെ എന്ന് ഇവിടുന്ന് അല്ലാട്ടോ പറയും. ഒരൊറ്റ ദിവസം പോലും ദുര്യോധനൻ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാതെ ഭഗവാൻ എന്ത് ചെയ്യും? വിളിക്കാതെ വരുന്നൊരു സ്ഥലമുണ്ട് ഇത്ര. അതാണ് വിതുരൻ്റെ കൊട്ടാരം. വിതുരൻ വിളിക്കാതെ തന്നെ വിതുരൻ്റെ കൊട്ടാരത്തിലേക്ക് ഇതാ ഭഗവാൻ ഇതാ കയറി വരുന്നു. തൻ്റെ ഒരു ഗൃഹം പോലെയാണ് വിതുരൻ. ആ വിതുരൻ്റെ കൊട്ടാരത്തിനെ ഭഗവാൻ ഇതാക്കാണ്. ഭഗവാൻ തന്നെ അവിടെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടും. ഇടയ്ക്കിടയ്ക്ക് വിതുരൻ്റെ അടുത്ത് വന്ന് പറയും, വിതുര കാല് വേദനയായിട്ട് വയ്യാട്ടോ, ഒന്ന് കാല് ഉന്നൊരു വിതുര എന്ന് പറയുമ്പോൾ ആ വിതുരൻ ഭഗവാന്റെ കാലിൽ ഇങ്ങനെ അതാ ഒഴിഞ്ഞു കൊടുക്കണം. ഇടയ്ക്ക് വിതുരൻ്റെ മടിയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ശിരസ്സും വെച്ച് അവിടെ ഇങ്ങനെ കടന്നുറങ്ങോത്രേ. ഭഗവാൻ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണോ? ഭഗവാൻ ഉറങ്ങണം ഉണ്ടായിട്ടൊന്നുമല്ല, വിതുരന് സന്തോഷമായിക്കോട്ടെ വിതുരന് സന്തോഷമായിക്കോട്ടെ വിചാരിച്ച് വിതുരൻ്റെ മടിയിലേക്ക് ശിരസ്സും വെച്ച് ഇങ്ങനെ
സാക്ഷാൽ ഭഗവാൻ എന്താ കടന്നുറങ്ങുന്നു. സഹസ്രശീർഷ്ണശ്ചരണോപധാനം. എങ്ങനെയുള്ള ആള് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണു എവിടെ കിടക്കുക അല്ലേ? അനന്തന്റെ പുറത്ത് കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ? അനന്തന്റെ പുറത്ത് കിടക്കുന്ന സർപ്പമഞ്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കിടക്കിയൊക്കെ എങ്ങനെയുള്ളതാവണം ചോദിച്ചാൽ ഏറ്റവും നല്ല കിടക്കി ഏതാ ചോദിച്ചാൽ ഏതാണ്? ഈ സർപ്പത്തിന്റെ തോലിലാണ് ഏറ്റവും മിനുസം കൂടുക പറയണ്ടേ. ആ സർപ്പത്തിന്റെ പുറത്ത് കിടക്കുന്ന അനന്തന്റെ പുറത്ത് കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു. ആ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനാണിതാ ഇപ്പോ വിതുരന്റെ ആ മടിയിലേക്ക് കറിയും വെച്ചതാ കടന്നതാ ഉറങ്ങണത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ കയറി വരുന്ന സ്ഥലമാണ് വിതുരന്റെ കൊട്ടാരം. അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ വിതുരന്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോൾ അവിടെ വിതുരൻ ഉണ്ടായിരുന്നില്ല. അത്ര വിതുരൻ എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയത്. വിതുരന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിതുരന്റെ ഭാര്യയ്ക്ക് അണിച്ച ഭഗവാനെ കണ്ട സമയത്ത് എന്തൊരു പരിഭ്രമം അറിയില്ല. ഈ ചില സ്ത്രീകൾക്ക് പരിഭ്രമം എന്ന് പറഞ്ഞു വെച്ച് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ലല്ലോ ഭഗവാനെ. എങ്ങനെയാ അപ്പൊ ഭഗവാൻ എങ്ങനെയാ എന്തൊക്കെ കാര്യങ്ങളാ കൃഷ്ണൻ ചെയ്ത് കൊടുക്കേണ്ടത്? എന്തെങ്കിലും കൊടുക്കണ്ടേ ഭഗവാന്? വേഗം വിതുരന്റെ ഭാര്യ വന്ന് പറഞ്ഞു, അത് അങ്ങേര് ഇവിടെ ഇല്ല വിചാരിച്ച് എങ്ങോട്ടും പോവൊന്നും ചെയ്യരുതേ, കൃഷ്ണ അവിടെ ഇരിക്കുമോ പറഞ്ഞാൽ ഭഗവാൻ ഇരിക്കാൻ വേണ്ടി നല്ലൊരു പലകയൊക്കെ കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാനെ അവിടെ ഇരുത്തി. ഇനി എന്താ ഇപ്പൊ ഭഗവാനെ കൊടുക്കുക? എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ കൃഷ്ണന്? അകത്ത് പോയി നോക്കിയ സമയത്ത് നല്ല ഒരു കദളിക്കൊല ഉണ്ടായിരുന്നു അത്രേ അവിടെ. നല്ല പഴുത്ത് പാകമായിരിക്കുന്ന ആ കദളിക്കൊല എടുത്ത ഈ സ്ത്രീ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ അവിടെ കൊണ്ടുപോയി വെച്ചു അത്രേ. എന്നിട്ട് ആ കൊലയിൽ നിന്ന് ഓരോ പഴം എടുക്കണുണ്ട്. പരിഭ്രമം കൊണ്ട് ഈ സ്ത്രീ എത്ര വേഗം ഓരോ കാര്യം ചെയ്തതറിയാലും. അങ്ങനെ പഴം എടുക്കണുണ്ട്, പഴത്തിൻ്റെ തോല് ഇതാ മാറ്റണുണ്ട്. എന്നിട്ടോ തോല് ഭഗവാന്റെ വായയിലേക്ക് കൊടുക്കുന്നുണ്ട്, പഴം ദൂരത്തേക്ക് വലിച്ചെറിയുക അത്രേ. പിന്നെ അത് പഴം എടുക്കുന്നുണ്ട്, തോല് ഭഗവാന്റെ വായയ്ക്ക് ഇങ്ങനെ അത് അടുത്ത് കൊടുത്ത് നീ കൊടുക്കണയൊക്കെ ഒരു വിവരം ഇല്ലാച്ചാലും കഴിക്കുന്നതൊക്കെ എന്തെങ്കിലും വേണ്ടേ? ഭഗവാനാണിച്ച് ഈ പശുക്കളൊക്കെ പഴത്തിൻ്റെ തോല് ഇങ്ങനെ കഴിക്കണത് പോലെ ഭഗവാൻ അങ്ങനെ എന്തൊരു സ്വാദ പറഞ്ഞ് ഭഗവാൻ വേഗം വേഗം പഴത്തിൻ്റെ തോല് കഴിക്കുക. വിതുരൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു നോക്കിയ സമയത്ത് കണ്ട കാഴ്ച, ആരാ ഈ പഴമൊക്കെ തോല് പൊളിച്ച് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിരുന്നത് ഭഗവാനെ? വന്നു നോക്കിയ സമയത്ത് തൻ്റെ ഭാര്യ ഇതാ അവിടെ ഇരുന്ന് ഭഗവാന്റെ വായയിലേക്ക് പഴത്തിൻ്റെ തോല് ഇങ്ങനെ കൊടുക്കണുണ്ട് അത്രേ. വിതുരൻ ചോദിച്ചു, നീ എന്താ ഇപ്പൊ കാണിക്കണത് ചോദിച്ചു. കണ്ടല്ലേ ഭഗവാന് ഞാൻ പഴം കൊടുക്കണത് കണ്ടല്ലേ, നീ പഴമാണോ കൊടുക്കണത് ചോദിച്ചു. അപ്പോഴത്രേ ആ സ്ത്രീ ആലോചിച്ചത്, ഭഗവാനെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഭഗവാനെ ഇതുവരെ, ഞാനിത് ആ പഴത്തിൻ്റെ തോലാണ് അങ്ങേക്ക് തന്നത്, ഞാനിത് അറിഞ്ഞില്ല കേട്ടോ പറഞ്ഞു. അതല്ലേ ഈ ഭഗവാന്റെ പ്രത്യേകത അല്ലേ? ഒരാൾ എന്ത് തരണോന്നല്ല ഭഗവാൻ നോക്കി, എങ്ങനെ സമർപ്പിക്കണമെന്നാണ്. മനസ്സിനാണ് പ്രാധാന്യം എന്ന് പറയും. മനസ്സ് ശുദ്ധാണോ എന്നാ സംശയമില്ല, അത് ഭഗവാൻ സ്വീകരിക്കണ്ടേ. അതാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ പ്രശസ്തമായിരിക്കുന്ന ചരിത്രം. ഭഗവാനെ കാണാൻ വേണ്ടി വയസ്സായിരിക്കുന്ന ഒരു സ്ത്രീ കുറച്ച് മഞ്ചാടിക്കുരു കുറച്ച് കുന്നിക്കുരു ഒക്കെ കയ്യിലേക്ക് എടുത്ത് കൃഷ്ണനെ ചെറിയ ഉണ്ണിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്, കളിക്കണ പ്രായം. അതുകൊണ്ട് കൃഷ്ണനെ കളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ച് കുറച്ച് മഞ്ചാടിക്കുരു ഒക്കെ കയ്യിലേക്ക് എടുത്ത് ആ സ്ത്രീ ഇങ്ങനെ വന്ന് അന്നാണെന്ന് വിളിച്ചാലോ ഗുരുവായൂർ അമ്പലത്തിൽ മഹാരാജാവ് തൊഴാൻ വരുന്നുണ്ട് എന്ന് കണ്ട് ഈ കമ്മിറ്റിക്കാർക്ക് എൻ്റെ ഭഗവാനെ അവരടിച്ച് അങ്ങോട്ട് ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്, ഒറ്റയാളെ പോലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇതാ പ്രവേശിപ്പിക്കുന്നത്. ഇനി മഹാരാജാവ് ഏറ്റവും തൊഴാൻ വരുന്ന സമയത്ത് നേരെയായി ഇല്ലാച്ചാലും ആ മഹാരാജാവല്ലേ നമുക്ക് ശമ്പളം തരുന്നത്, അപ്പം അയാൾക്ക് സുഖമായിട്ട് ഇതാ തൊടാൻ തരാറുണ്ട്. ഒരൊറ്റയാളെ പോലും ഉള്ളിലേക്ക് കടത്തണില്ല. അത്രയും വരുന്ന ആൾക്കാരൊക്കെ കൊടിമരത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ തൊഴുതോളൂ മാറൂ 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 എന്ന് പറഞ്ഞ 4-5 ആൾക്കാർ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തോരം തിരക്കറിയില്ലേ. ഈ സ്ത്രീ എങ്ങനെയൊക്കെയോ വടിയൊക്കെ കുത്തിപ്പിടിച്ച് കയ്യിലേതാ മഞ്ചാടിക്കുരുവൊക്കെ ആയി ഭഗവാനെ കാണാൻ വന്ന് ആ കൊടിമരത്തിൻ്റെ അടുത്തങ്ങനെ നിന്ന് ഭഗവാനെ ശരിക്കും നന്നായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇപ്പം അടുത്ത് പോയി എത്ര കാണാൻ പറ്റുമോ അറിയില്ലേ. ആ സ്ത്രീ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ സാധിക്കില്ല കേട്ടോ ഭഗവാനെ, ഇത് സ്വീകരിക്കണേന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ആ മഞ്ചാടിക്കുരു അവിടെ വെക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ ആരോ ഒരാൾ വന്ന് കയ്യിൽ തട്ടിയത്. കൈ തട്ടിയതോടുകൂടി കയ്യിലുള്ള ആ മഞ്ചാടിക്കുരും കുന്നിക്കുരും ഒക്കെ താഴത്തേക്ക് ഇതാ വീണ് പോയി. ആ സ്ത്രീ ആലോചിച്ചിട്ടുണ്ട്, ഭഗവാനെ ഇത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാ ഓരോ മഞ്ചാടിക്കുരു ഇതാ എടുക്കുക ഭഗവാനെ? അങ്ങനെ ഓരോ മഞ്ചാടിക്കുരും താഴത്തുനിന്ന് എടുക്കാനായിട്ട് ഇതാ പുറപ്പെട്ടപ്പോൾ എത്രയായിട്ടും എടുക്കാൻ സാധിക്കണില്ല. അതോ വയസ്സ് എത്രയായിട്ടാ വിചാരിച്ചത്. എങ്ങനെയൊക്കെയോ ഒന്ന് നേരെ നിന്നത്. എന്നിട്ട് ആ കൃഷ്ണനെ കണ്ടത്. കുനിഞ്ഞ് ഓരോ മഞ്ചാടിക്കുരു എടുക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അപ്പോഴാണ് 2-2.5 വയസ്സ് പ്രായത്തിൽ ഒരു ചെറിയ ഉണ്ണിക്കണ്ണൻ വന്ന് അമ്മയൊന്ന് നോക്കി ഇത്രയും ഇടത്തെ ഭാഗത്തേക്ക് പാദങ്ങളിലെ സ്വർണത്തിൻ്റെ പാദസരമൊക്കെ അണിഞ്ഞ് പട്ടുകോണമൊക്കെ ഉടുത്ത്
അരയിൽ ചെറിയ സ്വർണ്ണാഭരണമൊക്കെ അണിഞ്ഞ്, കൈകളിലെ സ്വർണ്ണാഭരണമൊക്കെ അണിഞ്ഞ്, പട്ടുകോണൊക്കെ കൊടുത്ത്, ചെറിയ ആഭരണമൊക്കെ കഴുത്തിലേതാ അടിഞ്ഞുകൊണ്ട്, കണ്ണ് നന്നായിട്ട് എഴുതി, ഗോപിക്കുറിയൊക്കെ ചാർത്തി, കാതിലെ ചെറിയ ആഭരണമൊക്കെ അണിഞ്ഞ്, തലമുടി മുഴുവനും മുകളിലേക്ക് ഏതാ വെച്ച് കെട്ടി, മയിൽപ്പീലി അണിഞ്ഞ ഒരു ഉണ്ണിക്കണ്ണന് വന്ന് അമ്മയുടെ ഈ കയ്യെ പിടിച്ച് ചോദിച്ചു, അമ്മയെ മഞ്ചാടിക്കുരു എടുത്തുതരാൻ ഞാൻ സഹായിക്കണോ അമ്മ? ആ അമ്മയ്ക്ക് മനസ്സിലായില്ലേ, കൃഷ്ണനെ കാണുമെന്ന് വെച്ചാൽ ശ്രീകോവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. പിന്നെയോ ഭഗവാൻ എൻ്റെ അടുത്തേക്ക് ഇതാ ഇങ്ങോട്ട് വന്ന് ഞാൻ എന്താണോ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചത് അത് ഭഗവാൻ സ്വീകരിക്കുന്ന അമ്മയ്ക്ക് ഇതാ മനസ്സിലായി. അതാണ് മനസ്സ് ശുദ്ധാണോ സംശയമില്ല. ഭഗവാൻ ഇവിടെ വന്ന് ആ കാര്യങ്ങൾ ഇതാ സ്വീകരിക്കും. വിതുരന്റെ കൊട്ടാരത്തിലും ശ്രീകൃഷ്ണ ഭഗവാൻ അടക്കം കയറി വന്നതായിരിക്കുന്ന കൊട്ടാരാണ് വിതുരന്റെ കൊട്ടാരം. എന്തുകൊണ്ട് ആ കൊട്ടാരത്തിനെ ഉപേക്ഷിച്ച് വിതുരൻ എന്താ യാത്രയായത് ചോദിച്ചു. പൗരവേന്ദ്ര ഗൃഹം ഹിത്വാ വിവേശാത്മസൽകൃതം. അപ്പോഴാണ് ആ വിതുര നീതിയെ പറ്റിയിട്ടൊക്കെ അതാ വർണ്ണിക്കുന്നത്. എപ്പോഴാണോ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്രകാരമാണോ പാണ്ഡവർക്ക് ഉപദേശം കൊടുക്കുന്നത്, അതേപോലെ വിതുരനും ഉപദേശങ്ങൾ ആ ധൃതരാഷ്ട്രർക്ക് അതാ കൊടുക്ക പതിവുണ്ട്. ഇവിടെ വന്ന് വിതുരൻ പറഞ്ഞു, ഹേ ധൃതരാഷ്ട്രേ, അങ്ങ് കണ്ണ് കാണാത്തവനെ പോലെ ഇവിടെ ഇരുന്ന് അഭിനയിക്കല്ലേ, അങ്ങക്ക് ശരിക്കും കണ്ണ് കാണാം. കേശാഭിമരിശം സുതകർമ്മഗരിഹ്യം. അങ്ങയുടെ കുട്ടികള് പാണ്ഡവരുടെ ഭാര്യയോട് ചെയ്തതായ ഓരോ കാര്യങ്ങൾ ആ ദുര്യോധനും ദുശാസനും കൂടി ദ്രൗപദിയുടെ പാഞ്ചാലിയുടെ തലമുടിയിലേക്ക് ഇതാ കാര്യം പിടിച്ച സമയത്ത് അങ്ങ് കണ്ണ് കാണാത്തവനെ പോലെ അഭിനയിക്കുകയായിരുന്നല്ലേ. അരക്കില്ലത്തിൽ വെച്ച് അവരെ ചുട്ടു കൊല്ലാനായിട്ട് ഇതാ പുറപ്പെട്ട സമയത്ത് അങ്ങ് കണ്ണ് കാണാത്തവനെ പോലെ അഭിനയിക്കുകയായിരുന്നല്ലേ. അതുകൊണ്ട് ഈ ലോകത്തിന് മുഴുവനും ഗുരുഗുരുത്തം കെട്ടതായ ദുര്യോധനല്ലേ, ആ ദുര്യോധനെ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ദുര്യോധനൻ കയറി വരുന്നത്. ദുര്യോധനൻ അവിടെ ഇരുന്ന് പറഞ്ഞു, എടാ നീ എന്താ പറയുന്നത്? ഞാൻ തരുന്നതായിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ശരീരത്തിന് നല്ല ആരോഗ്യമൊക്കെ അതാ ഉണ്ടായി എൻ്റെ ചുമലിൽ കയറി എൻ്റെ തലയ്ക്ക് കൊട്ടാനായിട്ട് പുറപ്പെടുന്നു. അതുകൊണ്ട് ഇതാ ഇവനെ ഇവിടുന്ന് ഇതാ നാട് കടത്തുകയാണ് വേണ്ടത്. തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും ഒക്കെ ആ മുന്നിൽ വെച്ചുകൊണ്ട് രാജസഹസിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ മായയെ വീണ് നമസ്കരിച്ച് വിതുരൻ അവിടെ നിന്ന് ഇതാ യാത്രയായി. തീർത്ഥീകുറുവന്തി തീർത്ഥാനി സ്വന്തസ്തേനഗതാഭൃത. സകല തീർത്ഥങ്ങളെയും തീർത്ഥീകരിച്ചുകൊണ്ട് ലോകത്തുള്ള ആളുകളെ മുഴുവനും ശുദ്ധീകരിച്ചുകൊണ്ട് വിതുരൻ അങ്ങനെ നടന്ന് അവസാനം വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നു. വൃന്ദാവനത്തിലെ യമുനാ നദിയിൽ അന്ന് പാദം കഴുകണേ. ഭഗവാൻ എത്ര കാലം അവിടെ കളിച്ച് നടന്നത് അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത്രോദ്ധവം ഭാഗവതം ദദർശ. ഭക്തനായിരിക്കുന്ന ഭാഗവതനായിരിക്കുന്ന ഉദ്ധവനെ കാണാനായിട്ട് സാധിച്ചത് അത്രേ. ഉദ്ധവനെ കണ്ടതോടുകൂടി ഉദ്ധവനോട് പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങയ്ക്ക് വേണ്ടതായിരിക്കുന്ന ഉപദേശങ്ങൾ മുഴുവനും തന്നതല്ലേ. ആ കൃഷ്ണൻ എന്നെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ ഭഗവാന്റെ കഥകളൊക്കെ അങ്ങതാ എന്നോടിതാ പറഞ്ഞു തരണേ. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെ തകണയാൽ കൽത്താർ കൂകിയ നാൾ വരെ കണ്ണൻ കപടഗോപാലൻ. സാക്ഷാൽ ഭഗവാൻ ചെയ്തതായിരിക്കുന്ന ഓരോ ലീലകളും പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത്. അഹോപഗീയം സ്തനകാളകൂടം ജിഘാംസയാപായതപ്യസാദ്ദീലേഭേഗതിം ധാതൃജിതാം തദോന്യം കം വാ ദയാലും ശരണം വ്രജേമാക്കം വാ ദയാലും. കൊല്ലാമെന്ന പൂതനയ്ക്ക് പോലും അമ്മയ്ക്ക് കൊടുക്കുന്നതായ സ്ഥാനത്തിനെ പ്രദാനം ചെയ്തതായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ മന്യേ സുരാൻ ഭാഗവതാൻ സ്ത്രതീശേ. ഇവിടെയുള്ള ആളുകൾ മുഴുവനും ഭഗവാനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകൾ മുഴുവനും ഭാഗവതന്മാരായിട്ട് മാറിയിട്ടാണ്. ആരൊക്കെയാ ഭാഗവതന്മാര്? ഹിരണ്യാക്ഷ ഭാഗവതര്, ഹിരണ്യകശിപു ഭാഗവതര് അല്ലെ. ഇവരൊക്കെ എപ്പോഴും ആരെയാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്? കൃഷ്ണനെ തന്നെയാണ്. കംസഭാഗവതര് എന്നാ പറയുക അല്ലെ. കംസൻ എപ്പോഴും ആരെയാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? കൃഷ്ണനെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കംസന് കുളിക്കാൻ പോകാൻ സമയമില്ല. കുളിക്കാൻ പോകാൻ വേണ്ടി തോർത്തുണ്ടൊക്കെ കയ്യിലേക്ക് എടുത്ത് ഇവിടെ കാളിന്തി നദിയുടെ തീരത്ത് അങ്ങനെ എത്തുമ്പോൾ കംസന് മത്സ്യാവതാരം കാണാം. മത്സ്യാവതാരം ഇങ്ങനെ ഓർക്കണ സമയത്ത് മത്സ്യമായിട്ട് ഭഗവാൻ ഏറ്റവും വന്നാലും എന്നതാ കൊത്തി തിന്നാലോ ഭഗവാൻ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ഉരുള കയ്യിലേക്ക് എടുക്കുമ്പോൾ കൃഷ്ണനെ ആ ഓർമ്മ വരിക.
ഇങ്ങനെ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ച മന്യേസുരാൻ ഭാഗവതൻ, എത്ര ആസുര ഭാഗവതന്മാരാ അല്ലെ ഭഗവാനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളെയൊക്കെ ഭാഗവതന്മാരാക്കി മാറ്റിയ ആ ഭഗവാന്റെ കഥകള്, അത് ആദ്യം മുതൽ അവസാനം വരെ ഏതാ പറഞ്ഞു നന്ദഗോപുരയുടെ കൂട്ടത്തിൽ ഭഗവാൻ കളിച്ചതും യശോദാദേവിയുടെ കൂട്ടത്തിൽ ഏതാ ഭഗവാൻ ബാലയിൽ ആടിയതും ഒക്കെ പറഞ്ഞ് അവസാനം ഉദ്ധവൻ പറഞ്ഞു, അതേ വിതുര, അങ്ങക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ മൈത്രേയ മഹർഷിയെ ഭഗവാൻ ഏതാ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉദ്ധവ ഉപദേശങ്ങളൊക്കെ തന്ന് അങ്ങ് ഭഗവാന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോവാത്തത് കണ്ട സമയത്ത് ഭഗവാൻ അങ്ങയ്ക്കൊരു പ്രസാദം തന്നില്ലേ, ഭഗവാന്റെ ആ പാതുകകള്, അതെനിക്ക് ഒന്നും കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവൻ ആ പട്ടിൽ നിന്ന് ഭഗവാന്റെ ആ പാതുകകൾ ഇതാ എടുത്ത് ഉദ്ധവനതാ കാണിച്ചു, വിതുരനതാ കാണിച്ചു കൊടുത്തു. വിതുരൻ ഭഗവാന്റെ പാതുകകളെ ഒന്നും കൂടി പ്രദക്ഷിണം ചെയ്ത് വീണതാ നമസ്കരിച്ച് അവർ രണ്ടുപേരും കൂടി അങ്ങനെതാ യാത്രയാകണം. എന്നിട്ടോ ഹരിദ്വാറിൽ എത്തിയ സമയത്ത് മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വിതുരനും ഹിമാലയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ബദരികാശ്രമത്തിലേക്ക് ഇതാ ഉദ്ധവനും എത്തിച്ചേരുന്നു. ഹരേ അകാൽഗതി, ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഉദ്ധവൻ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ യാത്രയായി. വിതുരൻ മൈത്രേയ മഹർഷിയുടെ അടുത്ത് എത്തിച്ചേർന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ അതാ ചോദിക്കുന്നു. അതിന്റെ ഉത്തരമാണ് പിന്നീട് ഇതാ വർണ്ണിക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് നിർത്തിയതിന് ശേഷം ആ ഭാഗങ്ങളൊക്കെ ഇതാ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, എല്ലാവരും ഒരു വരിയായിട്ട് വന്ന ഭഗവാനെ നിവേദിച്ചതായ ത്രിമധുര പ്രസാദത്തെ സ്വീകരിക്കാം. അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുന്നത് വേഗം മണ്ഡപത്തിന് മുന്നിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് പാരായണമൊക്കെ അതാ കേൾക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.